നമുക്കറിയാം മീഡിയയിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പാളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ മാന്യമായ ചോദ്യങ്ങളും വളരെ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു പേഴ്സണൽ അപ്പോളജി പറയാൻ, സാധാരണ ഒരു ഇവന്റ് നടക്കുമ്പോൾ മാക്സിമം ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് കുറച്ച് നേരം വഴി ആർട്ടിസ്റ്റുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് ഞാൻ അറിയാം. വെരി സോറി. ഇനിയിപ്പം സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു എൻ്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ എങ്ങനെ സംസാരിക്കും. കാരണം അത് ഇച്ചിരി ഒരു സസ്പെൻസ് എലിമെന്റ് കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് മോറോവർ ഞാനിതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മീഡിയയിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചു, എപ്പോഴുള്ള എയറിലായതുകൊണ്ടാണോ എന്നെ ഏഞ്ചലാക്കി ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിലൊരു മാലാഖയാണ്. സോ ആ ഒരു റോളിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായി അത്. പക്ഷെ അത് നിങ്ങൾ ഡയറക്ടറിന്റെ അടുത്ത് തന്നെ ഡയറക്ട്ലി ചോദിക്കണം. ബട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിന്റെ കേസിലാണെങ്കിലും മേക്കപ്പിന്റെ കേസിലാണെങ്കിലും ഒത്തിരി ടൈം എടുത്ത് നമ്മളൊരു സ്റ്റുഡിയോ സ്പേസ് ഒക്കെ റെന്റ് എടുത്ത് ഒരുപാട് എന്താ പറയുക VFX ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ ഒരു പോർഷനാണ് എൻ്റെത്. അപ്പൊ അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ചെയ്തതാണ്. ഈ ഒരു അവസരം എന്നിലേക്ക് എത്തിയത് ജോസേട്ടൻ കാരണമാണ്. അപ്പം വിളിക്കുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു മാലാഖയാണ്. അപ്പോൾ മാലാഖയുടെ സ്വഭാവമായ ഒരു ബന്ധവും അതും വേറൊരു കാര്യം, ഒരു ബന്ധവും ഇല്ലാത്ത ഞാൻ ആ ഒരു റോള് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് മിഖായേൽ മാലാഖ എന്ന് പറയുന്ന. അപ്പൊ നമ്മൾ ഈ ബൈബിളിലൊക്കെ ഞാൻ ആക്ച്വലി വിചാരിച്ചു മിഖായേൽ മാലാഖ മെയിലാണെന്ന്, അല്ലെ? അപ്പൊ അതിനെ കൺസീവ് ചെയ്തിരിക്കുക അപ്പം മെയിലാണ്. അപ്പം ഇതിൽ ഒരു ഫീമെയിൽ മിഖായേൽ മാലാഖയെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സിനിമ കാണണം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്നെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം മീഡിയയിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പാളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ മാന്യമായ ചോദ്യങ്ങളും വളരെ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ ചോദിക്കുകയുള്ളൂ എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, പേഴ്സണൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. നമുക്ക് സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമ ഓഗസ്റ്റ് 1-ാം തീയതി റിലീസാണ്. ഇനി അധികം 1-ാം തീയതി റിലീസാണ്. ഞങ്ങൾക്ക് അധികം ദിവസങ്ങളില്ല. അപ്പൊ ഞങ്ങളുടെ സിനിമ ആളുകളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഞങ്ങളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തും ആവട്ടെ, ഞങ്ങൾ റെഡിയാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, നിങ്ങളൊന്ന് അവെയർ ആക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.